അപ്പോൾ അടുത്ത് വെള്ളം വറ്റി വരുന്നതുകൊണ്ട് ഞാനൊരു പുതിയ വല വാങ്ങിച്ചു. കുറച്ച് വലയേ ഉള്ളൂ, 150 രൂപയായി ഇത്രയും വല. ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന വലയാണ് ഇത് ഈ ഇട്ടിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും കിട്ടുമെന്നൊന്നും അറിയത്തില്ല, ഏതായാലും ഇട്ട് നോക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ വലയെടുക്കാനായിട്ട് ചെന്നു. വലയുടെ ഒരറ്റം മുതൽ ഞാനങ്ങ് പൊക്കാൻ തുടങ്ങി. അപ്പം തന്നെ നമുക്കൊരു തിലോപ്പീനെ കിട്ടി. അടിപൊളി. അങ്ങനെ വല പൊക്കി 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 ഏറ്റവും അവസാനം ആ ഒരു സ്ഥലത്തെത്തിയപ്പം പിന്നെയും നമുക്ക് ഒരു തിലോപ്പീനെയും കൂടി കിട്ടി. അതിന് വീണ്ടും ഒരു തിലോപ്പീനെയും കൂടി നമുക്ക് കിട്ടി. അങ്ങനെ മൊത്തം അവലെ 2 തിലോപ്പിയുള്ളായിരുന്നു. അതാണ് ഈ കാണുന്ന തിലോപ്പി. വലയിടൽ നിർത്തിയിട്ട് ഞാൻ പിന്നെ ചൂണ്ടയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചൂണ്ടയിൽ തീറ്റി കോർത്തു. കുറച്ച് നേരം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ വേണം. അങ്ങനെ എനിക്ക് ആദ്യത്തെ ചെമ്പല്ലി കിട്ടി. അത് കഴിഞ്ഞ് പിന്നെയും കുറേ തീറ്റകൾക്ക് ശേഷം വീണ്ടും ചെമ്പല്ലി കിട്ടി. പിന്നെ ചറവറ ചെമ്പല്ലി പിടിയായിരുന്നു. ചെമ്പല്ലി ആയതുകൊണ്ട് നമുക്ക് പിടിക്കാൻ എളുപ്പമാണ്. തീറ്റിയിടുക, പൊക്കുക. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ചെമ്പല്ലിനെ കൂടി കിട്ടി. ചൂണ്ടയിട്ട് മൊത്തത്തിൽ ഇത്രയും മീൻ കിട്ടി എനിക്ക്. ഒരു 2 മണിക്കൂർ ചൂണ്ടയിട്ട്. അപ്പം ഏതായാലും ഒരു കറിക്കുള്ള മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ മീനുകളെ കൊത്തിയെടുത്ത് തിന്നാൻ വേണ്ടി കൂട്ടത്തോടെ വന്ന നീർക്കാക്കകളാണിത്. ചൂണ്ടയിടൽ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞക്കുരു പിടിക്കാമല്ലോ എന്ന് വെച്ച് വേറെ കുറച്ച് ചൂണ്ടകൾ കെട്ടുവാണ് ഞങ്ങളിപ്പോൾ. ഈ കുഴിയിലൊരു ചൂണ്ട കുടൽ പുറത്ത് കുപ്പിയെ കെട്ടി ഇട്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ചൂണ്ടയെല്ലാം കെട്ടി ചൂണ്ടയിൽ കോഴിക്കുടൽ പുറത്തിടുകയാണ്. അടുത്ത സ്ഥലത്ത് വിടാം. അങ്ങോട്ട് ഇട്ടാ പോരെ. ചൂണ്ട എടുത്തുകൊണ്ടിരുന്നപ്പോൾ നല്ല ഇരുട്ടായിപ്പോയി, ഒന്നും കാണാനൊന്നും വയ്യായിരുന്നു.
പിന്നെ അന്നത്തെ മീനും ഒന്നും കൊത്തിയൊന്നുമില്ല. കൊത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്നും പിടിച്ചിട്ടില്ല. ചെറിയ മീനായിരുന്നു എല്ലാം കൊത്തിയിരുന്നത്. ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് പാളിപ്പോയി. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.